ഹലോ, ഈ ചൂടുള്ള സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മാംഗോ ഐസ്ക്രീം തയ്യാറാക്കിയെടുത്താലോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണം അതേ ടേസ്റ്റിലാണ് നമുക്കും വീട്ടിൽ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതേപോലെ നന്നായി സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോവാം. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും കഴിക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആകെ കുറച്ച് സാധനങ്ങൾ മതി. ആദ്യം വേണ്ടത് നല്ല പഴുത്ത മാങ്ങ, പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് മിക്സിയുടെ ജാറിലാണ്. പിന്നെ നമുക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് വീപ്പിംഗ് ക്രീം കൂടി എടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല പഴുത്ത മാങ്ങ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അതൊരു 1/4 കപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാമ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. അതും നമ്മളൊരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതൊരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വരാം. ഓവറായിട്ട് നമ്മൾ അടിച്ചെടുക്കരുത്, അപ്പോൾ അത് ചൂടായി പോകും കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ പറ്റുന്ന അടപ്പുള്ള പാത്രം വേണം കേട്ടോ. അങ്ങനെ നമ്മളത് ഫുള്ളായിട്ട് പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കണം എന്നാണ് പറയുക. ഇതിപ്പോൾ നിങ്ങൾ കാലത്താണ് ഉണ്ടാക്കി വെക്കുന്നതെങ്കിൽ നമുക്ക് വൈകുന്നേരമൊക്കെ എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ വൈകിട്ടാണ് വെക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം കാലത്ത് എടുത്താൽ മതി. അപ്പോഴേക്ക് നന്നായിട്ട് സെറ്റായി വരും കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിത് കഴിക്കാൻ എടുക്കുന്നതിനേക്കാൾ ഒരു 5 മിനിറ്റ് മുമ്പ് എടുത്ത് പുറത്ത് വെക്കണേ. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആവും. ഇത് നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് അപ്പം തന്നെ സ്കൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ടാവും ഇരിക്കുക. ഞാനിവിടെ കാലത്ത് വെച്ചിട്ട് വൈകിട്ടാവുമ്പോഴേക്കും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ പോലെ കൊതിയുള്ളവരുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ എടുത്തോ, കുഴപ്പമൊന്നുമില്ല, സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കി, നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് മാംഗോ ഒക്കെ കിട്ടുകയെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.